ഇപ്പൊ വരുവല്ലേ. ഹായ്, കേൾക്കുന്നുണ്ടോ? ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, കേൾക്കുന്നില്ലേ എല്ലാവർക്കും സൗണ്ട്? ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ എത്ര ആൾക്കാർ, നിങ്ങളൊക്കെ പേരൊന്നും അറിയോ? ആരൊക്കെയാ ജോയിൻ ചെയ്തതെന്ന് പറയോ? ആദ്യം അനിരുദ്ധ്. അനിരുദ്ധ്, പിന്നെ വൈഭവ്. വൈഭവ്. എന്താ ജീവൻ. പേര്? ആ ജീവൻ. ജീവൻ. ധ്വനി. 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 പിന്നെ നൈതിക. എന്താ? നൈനിക്കോ? നൈതിക. നൈതിക. ഓക്കെ. പിന്നെ എത്ര ആൾക്കാരാ? ഓക്കെ. പിന്നെ അപ്പൊ എല്ലാർക്കും വർണ്ണമാലയൊക്കെ അറിയോ? നമ്മൾ ഇന്ന് വർണ്ണമാല വെച്ചിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ഫസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പൊ നമ്മള് ആദ്യം വർണ്ണമാല ആരെയാ വിളിച്ചേ? എനിക്ക് ഹിന്ദി അക്ഷരമാല അറിയില്ല. അതെ, ഇന്ന് അത് തൊട്ട് തന്നെയാ തുടങ്ങുന്ന. അക്ഷരമാല തൊട്ടാ തുടങ്ങുന്ന. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഹിന്ദിയിൽ എന്താ അക്ഷരമാല പഠിക്കുക ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ വേർഡ്സിലേക്കും സെന്റൻസിലോട്ടും ഒക്കെ പോവുക കേട്ടോ. ആദ്യം അക്ഷരങ്ങൾ പഠിക്കണം. സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും പഠിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താണ് ബാക്കിയിലേക്ക് പോവാൻ പറ്റൂ. ഓക്കെ. ഇതിൽ ആർക്കൊക്കെ ലെറ്റേഴ്സ് ഒക്കെ അറിയാം? ഒരാൾക്കിപ്പോ അറിയില്ല പറഞ്ഞോ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയോ? യെസ് മാം. ഓക്കെ. എന്തായാലും അറിയുന്നവർ ഒന്നും കൂടെ നോക്കുക. അറിയാത്ത ആൾക്കാർ പഠിക്കാം നമുക്ക്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. One minute. ഓക്കെ. അപ്പോ അക്ഷരമാല എന്താ? സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയോ? അറിയുന്ന ഒരാൾ പറഞ്ഞേ, സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന്. അറിയുന്ന ഏതെങ്കിലും ഒരാൾ പറയൂ. ആർക്കും അറിയില്ല. ആ ഈ ആൻസർ ഈ ആൻസർ ആരാണോ പറയുന്നേ അവരൊന്ന് പറയണം കേട്ടോ, ഇന്നാളാ പറയുന്നേന്നൊന്ന്. പേര് പറയാ. ജീവൻ. 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 ഓക്കെ. ജീവൻ എന്ന് പറയൂ. അ ആ ഇ ഈ ഉ ഊ ഉം ഇർ എ ഐ ഉം ഔ ഓ ഔ ഔ ആ. ഓക്കെ. ആ ഓക്കെ. ഇപ്പൊ എ നമ്മള് ആദ്യം എ എല്ലാവരുടെ കയ്യിൽ ഓക്കെ. പിന്നെ നമ്മള് എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക് ഉണ്ടാവില്ല. ഒരു നോട്ട്ബുക്കും ഒരു പെന്നോ പെൻസിലോ എടുക്കുക. എന്നിട്ട് ആദ്യം
നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, 1 മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ കയ്യിലില്ല സാധനം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എഴുതാൻ പോവുകയാണേ. 1 മിനിറ്റ്. ഹായ് മക്കളെ, ആ 2 മിനിറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. മിസ് റെഡി ആക്കിക്കോളൂ. കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പോ വളരെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ അറ്റൻഡൻസ് ആണെന്നുള്ളതാണ്. അതായത് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും ക്ലാസ്സിന് ഈ വെക്കേഷനിൽ എന്താ പറയാ, നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് ഇവിടെ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് മൈ ടീച്ചറിന്റെ ആളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അതായത് വെക്കേഷനിൽ നമുക്ക് കളിയും ചിരിയും തമാശകളും കുറച്ച് സിനിമയ്ക്ക് പോക്കും അവിടെ എവിടെയും കളിക്കാൻ പോക്കും ഒക്കെ വേണം. പക്ഷേ നമ്മൾ എന്താണ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുലികളാവണം. അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാരും സൂപ്പറായിട്ട് പഠിക്കൂലേ? ഓക്കെ. അപ്പൊ നമ്മളെ ടീച്ചേഴ്സ് രാവിലെ പഠിപ്പിച്ച മാത്സ് എടുത്ത ധന്യ മിസ് ആണെങ്കിലും അശ്വതി മിസ് ആണെങ്കിലും ഇനി മലയാളം എടുക്കുന്ന ടീച്ചർ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വരികയാണെങ്കിലും അത് ക്ലിയർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഈ ഒരു വെക്കേഷനിൽ നമ്മൾ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മാറ്റം ഉണ്ടാവും. അതിന് പാരന്റ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ Okay, sir. ഓക്കെ ഓക്കെ, താങ്ക് യു. Bye bye. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് സ്വരാക്ഷരാണ് കേട്ടോ. എഴുതിയാലോ? എല്ലാരും പെന്നും ഒരു ബുക്കും എടുത്തോ? എടുത്തോ? Yes, ma'am. Yes, ma'am. ഓക്കെ Yes, ma'am. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നതാണ് സ്വരാക്ഷരം. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ച അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്താണ് ഒരു ചെറിയ ഗെയിം പോലെയായിട്ട്, ഞാൻ എത്ര ആൾക്കാർ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 6 or 7 ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും കേട്ടോ, ആരാണ് എല്ലാ ആൻസേഴ്സും പറയുക എന്നൊക്കെ. ഇന്നത്തെ ക്ലാസ് അല്ല, നെക്സ്റ്റ് ക്ലാസ് മുതൽ കേട്ടോ. Okay, ma'am. റെഡി അല്ലേ എല്ലാരും? Yes, ma'am. ഓക്കെ, അപ്പൊ ഓക്കെ, സ്വരാക്ഷരം എഴുതുമ്പോ ആദ്യത്തെ അക്ഷരാണ് ആ. ആ, പിന്നെ ഈ എഴുതുന്നുണ്ട്. ഇത് എഴുതണം കേട്ടോ. എഴുതാനാണ് ഞാൻ എഴുതി തരുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ലേ ഞാൻ എഴുതുന്നത്? ഉ റ് എ ഓ ഔ അം ആ. ഇതാണ് നമ്മളുടെ സ്വരാക്ഷരം. ഇത് എഴുതിക്കോളൂ. പറഞ്ഞോണ്ട് എഴുതണം കേട്ടോ. ആ ഈ അങ്ങനെ പറഞ്ഞു എഴുതണം. എന്നാലേ നമ്മൾ എന്താണ് ഈ അക്ഷരമൊക്കെ പഠിച്ചു കഴിയും. ഈ അക്ഷരം പഠിച്ചാലേ നമുക്ക് ഹിന്ദി എന്താന്ന് വേഗം ഹിന്ദി എഴുതാനും പഠിക്കാനും പിന്നെ സംസാരിക്കാനും പഠിക്കണ്ടേ.
എഴുതാനും വായിക്കാനും മാത്രമല്ല, നമുക്ക് സംസാരിക്കാനും പഠിക്കണ്ടേ. എല്ലാവരും മുമ്പിൽ നമുക്ക് ഹിന്ദിയൊക്കെ പറയണ്ടേ? ആർക്കൊക്കെ താല്പര്യമുണ്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ? എല്ലാവർക്കും ഉണ്ടാ? യെസ് ആ മിസ് ആ ഓക്കെ യെസ് മിസ് ആ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും എഴുതിക്കോ. മെല്ലെ മെല്ലെ എഴുതി കഴിഞ്ഞവർ പറയൂ കേട്ടോ. എഴുതി കഴിഞ്ഞു മാം. ഓക്കെ. ഫിനിഷ് ആ ഫിനിഷ് ആ ഓക്കെ. ആ ഈ ഫിനിഷ് പറഞ്ഞവര് എന്ത് ചെയ്യാ വെച്ചാ അവര് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് പഠിച്ചേ, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേ. നമ്മൾ ഇത് വെച്ചിട്ട് ഇനിയിപ്പോ വേർഡ്സ് എഴുതും, എന്നിട്ട് അതിനെ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഈ ക്ലാസ് കഴിയാനാകുമ്പോൾ ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. ഓക്കെ മാം. ആ എല്ലാവരും കഴിഞ്ഞോ? ഇനി ആരും ബാക്കിയുണ്ടോ എഴുതി കഴിയാൻ? നോ നോ. നിങ്ങൾ എത്ര ആൾക്കാരുണ്ടോന്ന് എല്ലാവരും അവരുടെ പേരൊന്നും കൂടെ പറയോ? ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആദ്യം വൈഭവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ? ഓരോരാളെ പേര് പറഞ്ഞു. ഒരു മിനിറ്റ്. ജീവൻ, വൈഭവ്, ജീവൻ, പിന്നെ ധ്വനി ധ്വനി, രക്ഷ അനിരുദ്ധ്. ദേവിശ്രീ ഒരു മിനിറ്റ് അനിരുദ്ധ്. ആ ഒരു മിനിറ്റ്, ഞാൻ എഴുതിയവരുടെ പേര് പറയാ. വൈഭവ്, ജീവൻ, ധ്വനി, അനിരുദ്ധ്, ദക്ഷ, സൈഹാനോ. ആ ഇത്ര ആൾക്കാരാ പറഞ്ഞ. വേറെ ആരെയില്ലേ? നൈതിക അനൈകാന്നാ പേര്? നൈതിക. ഓക്കെ. പിന്നെ ആരാ പറഞ്ഞ? ദേവിശ്രീ. എന്നാ ജീവശ്രീയോ? ആയിഷുണ്ണിയാ? ആ അതിന്റെ ഇടയില് ജീവശ്രീ എന്താ? ദീനിശ്രീയാ? ദീവിശ്രീ. ആ പിന്നെ എല്ലാരും വരുവായാ? ആരാ? സിദ്ധാർത്ഥോ? സിദ്ധാർത്ഥ്. അപ്പൊ നോക്കാം. ഞാൻ പേര് ഞാൻ പറയുന്നതൊന്നും ക്ലിയർ അല്ല. മാമിന്റെ വോയിസ് ക്ലിയർ അല്ല. അനിരുദ്ധ്, മാം ഒന്നും ക്ലിയർ അല്ല സൈഹാൻ, മാമിന്റെ വോയിസ്. നൈതിക, ദേവിശ്രീ, ആയിഷുണ്ണി, സിദ്ധാർത്ഥ്. ഇനി ആരും കൊണ്ടാ? മാം ഒന്നും ക്ലിയർ അല്ല. വേറെ ആരും ഉണ്ടോ? വോയിസ് ക്ലിയർ അല്ല. വോയിസ് ക്ലിയർ അല്ല. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? അതിന്റെ നെറ്റ് പോയതാട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പേര് പറയാം, നോക്കിക്കോ. വൈഭവ്, ജീവൻ, ധ്വനി, അനിരുദ്ധ്, ദക്ഷ, സൈഹാനാന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പേര് പറഞ്ഞു. പിന്നെ നൈനിക, ദേവിശ്രീയ, പിന്നെ ആയുഷ്, ഉണ്ണി, സിദ്ധാർത്ഥ്. മാം നൈനികയല്ല, നൈതിക. നൈതിക. ഓക്കെ. പിന്നെന്താ പറഞ്ഞ? ആരോ ഒരാള് പറഞ്ഞു സൈഹാനൻ. സയ്യാൻ. ആ ഓക്കെ, സയ്യാൻ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി പേര് വിളിക്കാത്ത? ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ എഴുതി കഴിഞ്ഞില്ലേ എല്ലാവരും? ആ, വർണ്ണമല. ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര, അതിൽ എന്തൊക്കെ വേർഡ്സ് എഴുതിയേ? ഓരോരാളായിട്ടൊന്ന് വായിച്ചേ. ആദ്യം ഞാൻ പേര് വിളിക്കാം. ആദ്യം ആയുഷ് ഉണ്ണി വായിച്ചോ. ആ ആ ഇ ഈ ഉ ഊ ഇർ എ ഓ ഓ അം ആ. ഓക്കെ, നെക്സ്റ്റ്. ഇതിലാരാ ലെറ്റേഴ്സ് അറിയില്ല പറഞ്ഞ ആള്? ആരോ ഒരാള് പറഞ്ഞിട്ടില്ല എന്നോട്. അനിരുദ്ധ്. എന്നാ അനിരുദ്ധ ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്കിയേ, ആവുന്ന ലെറ്റേഴ്സ്. ആ ആ ഇ ആ ഈ ആ ഉ ഊ ആ റ് എ ഓ ഔ അം ആ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല്, ഇനി അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നതാണ് വ്യഞ്ജനാക്ഷരം. ഓക്കെ. ഓക്കെ. ഇനി അതും കൂടെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ഇത് ചെറിയൊരു കുറച്ച് വേർഡ്സ് എഴുതും. എന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു ഗെയിം പോലെ ഞാൻ പറയും, ഇത്ര ആൾക്കാർ ഇത്ര വേഗം ഇതിനെ കൊണ്ട് വേർഡ്സ് എഴുതണം, അങ്ങനെയൊക്കെ. ഓക്കെ, റെഡി അല്ലേ? ആദ്യം നമ്മൾ മറ്റേതും കൂടെ എഴുതട്ടെ. വെച്ചാണോ? എന്താ? മെല്ലെ പറയൂ കുറച്ച്. അക്ഷരം വെച്ചാണോ? അത് പറയാം. ആദ്യം രണ്ടും കൂടെ വെച്ചിട്ടാ. ഒന്നും മാത്രമായിട്ടാകുമ്പോ ആദ്യം നമുക്ക് സ്വരാക്ഷരം വെച്ച് എഴുതാൻ തോന്നും, എന്നിട്ട് നമുക്ക് വ്യഞ്ജനാക്ഷരത്തിലോട്ട് പോവാം. ഓക്കെ. ഇപ്പൊ അടുത്തത് നമ്മൾ വ്യഞ്ജനാക്ഷരം എഴുതും, അതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് നോക്കൂ. ഓക്കെ, അതും കൂടെ എഴുതി വെക്കോ. എഴുതുന്നില്ലേ? നോട്ടിൽ എഴുതുന്നില്ലേ എല്ലാവരും? യെസ് മാം. ഓക്കെ. ഇപ്പൊ സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ആ ഇപ്പൊ കുഴപ്പമില്ല. കേൾക്കുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. കുഴപ്പമില്ല. ഇനി വ്യഞ്ജനാക്ഷരം ക, ഖ, ഗ, ഗ, ങ. പിന്നെ ച, ച, ജ, ജ, ഞ. പിന്നെ ട, ട, ഠ, ഠ, ണ. പിന്നെ ത, ഥ, ദ, ദ, ന. പിന്നെ പ, ഫ, ബ, ഭ, മ. ഇത്ര എഴുതിക്കഴിഞ്ഞാൽ പറയൂ കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, ഒരു 3-4 വേർഡ്സും കൂടി ഉണ്ട്. കഴിഞ്ഞവര് വെയിറ്റ് ചെയ്യും കേട്ടോ, ബാക്കി എല്ലാവരും കൂടെ എഴുതട്ടെ. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്കോട്ട് പോവാം. എന്താ? യാ ഉണ്ട്, ബാക്കി എഴുതൂ കേട്ടോ. അത് സ്ഥലമില്ലാഞ്ഞിട്ടോ. അറിയുന്നവരെ എഴുതിക്കോ. എല്ലാവരും എഴുതിക്കഴിഞ്ഞാൽ പറയണേ, നമുക്ക് നെക്സ്റ്റ് എഴുതിയിട്ട് പോവാം. പിന്നെ കഴിഞ്ഞോ?
Ma'am, finish. No, ma'am. ഫിനിഷ് കഴിഞ്ഞില്ലേ? Full ID. എന്നാ ഞാൻ നെക്സ്റ്റ് ഫുൾ എഴുതി എന്നാ അടുത്തത്. ഓക്കെ Finish, ma'am. ഓക്കെ. ഇനി അത്ര നമ്മൾ ഇനി കുറച്ചും കൂടി ഉണ്ട്. 3-4 ലൈൻസും വേർഡ്സും കൂടി ഉണ്ട്. ല, ര, Yeah. ല, വ, ശ, ഷ, സ, ഹ, പിന്നെ ഷ, ത്ര, ന. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. Finish, ma'am. ഓക്കെ, എല്ലാവരും ഫിനിഷ് ചെയ്താ പറയൂ. Finish. I'm finished. ഇനി എന്താ ആ ഇനി Ma'am, finish. ആ ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മള് സ്വരാക്ഷരം എഴുതിയിട്ടില്ലേ? അതായത് ആ ആ ഈ അം ആ വരെ എഴുതിയിട്ടേ ആ ഐ ഈ ഉ ആ അം ആ വരെ ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. എന്നിട്ട് Ma'am, 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 ma'am. ഞാൻ Ma'am, കേട്ടില്ല. വർക്ക് തരാം. അപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറയുന്ന ആൾക്കാർ മാത്രമേ Ma'am, 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 പറയാൻ ma'am, പാടില്ല. അവിടെ ഇത് ഉം വിഷയം കൂടെ എഴുതണം. എഴുതി കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതല്ല, ആ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ. മറ്റേ ഇതാ ഉദ്ദേശിക്കുന്നത്. യാ. ആ ആ ആ അത് എഴുതിയാലും എഴുതി കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. അത് ഇപ്പൊ ചോദിച്ചത് എന്താ വെച്ചാല് അത് നമ്മൾ യാരലവ എഴുതുമ്പോ ഇപ്പൊ ഒരു വേർഡ് കൂടെ എക്സ്ട്രാ എഴുതാറുണ്ട്. അതാണ് ഇപ്പം ഇതിൽ ആരാ ഇപ്പൊ എന്നോട് ചോദിച്ചേ? ആയിഷുണ്ണി. ആയിഷുണ്ണി ചോദിച്ച ആ വേർഡും എഴുതാറുണ്ട്. പക്ഷെ ചില വർണ്ണമാലയിൽ എഴുതാറില്ല. എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ. 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 അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അങ്ങനെ ചോദിക്കണം, എന്നാലേ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ സ്വരാക്ഷരത്തിന്റെ ഒരു ചെറിയ വർക്ക് ഞാനിപ്പോ ചോദിക്കും, അവര് മാത്രം ആൻസർ പറയാ കേട്ടോ. ഇതില് നൈനിക നൈതിക നൈതിക പറയൂ. ഇതിന്റെ ഇടയിൽ എന്താ വരിക? ഓക്കെ, വെരി ഗുഡ്. പിന്നെ നെക്സ്റ്റ് വൺ. ഇത് കഴിഞ്ഞിട്ട് എന്താ വരിക? വൈഭവ് പറയൂ. ഇത് കഴിഞ്ഞിട്ട് എന്താ വരിക? ഈ കഴിഞ്ഞിട്ട് ഈ. ഓക്കെ. ദെൻ സ്ക്രീൻ പിന്നെ കാണത്തില്ല. കാണുന്നില്ല? വേറെ ആർക്കും കാണാതുണ്ടോ? നോ മാം. കാണുന്നുണ്ട്. എല്ലാവർക്കും കാണാം. മാം. അതാർക്കാ കാണാത്ത ഒന്ന് നോക്കി നോക്കും. എന്താണെന്ന് നിങ്ങളുടെ ഫോണിന്റെ ആയിരിക്കും. പിന്നെ സിദ്ധാർത്ഥ് പറഞ്ഞ ഊ കഴിഞ്ഞിട്ട് എന്താന്ന്? ഓക്കെ. ഇനി ബാക്കിയുള്ളവർക്ക് പിന്നെ ചാൻസ് തരുവേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇനി നമ്മള് ഇപ്പം ഈ നമ്മൾ എഴുതി. ഇനി അതിലത്തെ ഒരു വേർഡ് എടുക്കുകയാണ്. ആന്നില്ല വേർഡ് എടുത്തിട്ട് ഇനി നമ്മൾ കുറെ വേർഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ആന്നില്ല വേർഡ് വെച്ചിട്ട്
നമ്മൾ എന്ത് ചെയ്യും, കുറെ വേർഡ്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോ ഇതൊരു ചെറിയ ഇതാണ്. അതായത് നോക്കാം നമുക്ക് ആരാണ് വേർഡ്സ് ഉണ്ടാക്കുക. ഒരു 5 വേർഡ്സ് പെട്ടെന്ന് ആരാ ഉണ്ടാക്കുക നോക്കട്ടെ. എല്ലാവരും എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു മിനിറ്റ് എഴുതണ്ട, ഒരു മിനിറ്റ് വെയിറ്റ്. പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാൾ ഒരു വേർഡ് പറയൂ, ഓർമ്മ കിട്ടുന്ന പറയൂ, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. Anar. മിസ്സേന്ന് വിളിച്ചാരാ? പറഞ്ഞു. ആരോ ഒരു മിനിറ്റ്, മിസ്സേന്ന് വിളിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞേ? Ma'am. പറഞ്ഞു. Anar. അനാർ. വേറെ ആരും എന്തോ ചോദിക്കാൻ വിചാരിച്ചിനല്ലോ. അറിയാതെ കട്ടായി പോയി. പറഞ്ഞ ആലസ്യ ആലസിന്ന് വരില്ല, ആന്ന് വരും. അത് മാത്രം ഇല്ലതാണ് വരിക, ആലസി. ഓക്കെ, ഇത് വെറും ആന്നില്ല ലെറ്റർ. അമൂല്യ. അതാരാ ആൻസർ പറഞ്ഞേ? നൈതിക. കറക്റ്റ് ആണ്. പിന്നെ ആരോ ഒരാൾ കൈ പൊന്തിച്ചിട്ടുണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. ആരോ അതാ എന്താ പറഞ്ഞോ എന്താ? ജീവൻ. ജീവൻ എന്താ പറയുന്നത്? അഭിമാൻ എന്നാണോ പറയുന്നത്? അത് പറയാം. ഒരു മിനിറ്റ്. അനാനസ്. ഒരു മിനിറ്റ്. ആകാശ് വരില്ല കേട്ടോ, അത് ആന്ന് വരും. ഇല്ല പിന്നെ ആകാശ്. ഇല്ല പിന്നെ ആകാശ്. അനാജ് എഴുതാം. അച്ചാർന്ന്. പക്ഷേ നമ്മൾ ഹിന്ദിയിൽ അങ്ങനെ എഴുതൽ കുറവാണ്. സോറി, അനാജ് എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ഇപ്പൊ നമുക്ക് കുറെ വേർഡ് കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്ര ആന്നില്ല ലെറ്റർ ഹെഡിങ് എഴുതിയിട്ട് ഇത്ര വേർഡ്സ് എഴുതുക. 4 വേർഡ്സ് എഴുതി വെക്കുക. എന്നിട്ട് ബാക്കി ഒരു 5 വേർഡ്സ് കൂടെ നിങ്ങൾ കണ്ടെത്തി എഴുതി വെക്കും. എന്നിട്ട് എന്നോട് ഓരോരാളായിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ 10 വേർഡ്സ് ആണ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ 4 വേർഡ്സ് ഞാൻ എഴുതി. ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു 4 വേർഡ്സ് കൂടെ എഴുതിയിട്ട് വെക്കും. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്നോട് പറയുക. ഓരോരാളായിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണേ. കിട്ടാത്തവർ എഴുതാതെ വെയിറ്റ് ചെയ്തോ കേട്ടോ, കുഴപ്പമില്ല. അറിയുന്നവര് മാത്രം എഴുതിയാൽ മതി. എന്താ? മനസ്സിലായില്ല വീട്. ആധാറോ? മനസ്സിലാവുന്നില്ല കേട്ടോ, എന്തോ വോയിസ് കട്ടായി പോയി. പറഞ്ഞത് മനസ്സിലായിട്ടില്ല. എഴുതിക്കോ എന്നിട്ട് ഞാൻ പറയാം. ഇനി 2 വേർഡ് കിട്ടുന്നില്ലെങ്കിൽ 2 വേർഡ് എഴുതിയാൽ മതിയേ. കഴിഞ്ഞോ? പറഞ്ഞോ. അടരക്,
ആരാ പറയുന്നേ? ഒരു മിനിറ്റ്, എല്ലാരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാരും? എന്നാ സ്റ്റാർട്ട് ചെയ്യട്ടെ, പറയാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇല്ല. ഇല്ല, ആരോ ഒരാൾ എഴുതുന്നുണ്ട് അത്ര. ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ. സ്ക്രീന് കാണുന്നില്ലല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ സ്ക്രീനിലൊന്ന് നേരത്തെ എഴുതിയത് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. മാം ആസ്മാൻ ഇതാക്കിയോ? ആസ്മാൻ എന്ന് പറ്റില്ല, ആണില്ല മാത്രം വരും. പിന്നെ അസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഇല്ല. അസ്മാൻ പിന്നെ ആരുടെങ്കിലും നെയിം ആയിട്ട് വേണം എഴുതേണ്ടി വരും. ആന്നും മാറ്റി അസ്മാൻ, അനിരുദ്ധ് എന്ന് എഴുതാം. മിസ്സിന്റെ സ്ക്രീന് കാണുന്നില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാ? കാണുന്നില്ലേ? ഇതില് ഷെയർ ചെയ്തിട്ട് കാണുന്നുണ്ട്. അതെന്താ ആർക്കാ കാണാത്ത? അവരുടെ ഒന്ന് നോക്കി നോക്ക് എന്താ പറ്റിയെന്ന്. ഇതില് കാണുന്നുണ്ടല്ലോ, ഷെയർ ചെയ്തിട്ടാണില്ലേ. എന്താ കാണാത്തെന്ന് എനിക്കറിയില്ല. ആയോ? ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താളോ? ഓക്കെ. ഇനി ഫസ്റ്റ് വൈഭവ്. വൈഭവ് എഴുതിയ വേർഡ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. അതാരക് അതെ മനസ്സിലായി. അദ്രക്. പിന്നെ അമരൂദ്, ഗുവ. ഓക്കെ. പിന്നെന്താ? അജ്ഗർ. അജ്ഗർ. ഓക്കെ. പിന്നെ അൽമാരി. ഓക്കെ. ഇത്ര വേർഡ്സ് എഴുതിയേ? ഓക്കെ, വെരി ഗുഡ്. ഇനി ജീവൻ. ജീവൻ. അച്ചാർ. ഓക്കെ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. നെക്സ്റ്റ് വേർഡ്. എന്താ? ഒന്നും കൂടെ പറയൂ. ക്ലിയർ ഇല്ല കേട്ടോ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. അമൃത്. പിന്നെ പിന്നെ ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് ശരിക്കും തീർന്നില്ല, കുഴപ്പമില്ല. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ജീവൻ, കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്. ദെൻ ധ്വനി. അമ്മ, അമരൂദ്. അത്രേ എഴുതിയില്ല. പിന്നെ അത്ര എഴുതിയുള്ളൂ. പിന്നെ ഓക്കെ, ഗുഡ്. പിന്നെ അനിരുദ്ധ്. അനിരുദ്ധില്ലേ? അനിരുദ്ധ് പോയോ? അനിരുദ്ധ് വായിക്കൂ. ഇല്ല, അനിരുദ്ധ് ഇല്ല. ദക്ഷ. ഇതെന്താ കൊറേ ആൾക്കാരൊക്കെ ലെഫ്റ്റ് ആയോ? നൈനിക ഉണ്ടോ? നൈനിക എഴുതിയിട്ടുണ്ടോ വേർഡ്സ്? എന്നാ ഒന്ന് വായിച്ചേ. അനാറ്, അധ്യാപക്,
അച്ഛ, അനുഭവ്, ആ ആജർ. ഓക്കെ ഓക്കെ ഉസ്നി. ഗുഡ്. ദെൻ ആയിഷുണ്ണി. ഓക്കെ ഓക്കെ ഫിനിഷ് മതി. ഇനി ആയിഷുണ്ണി ഉണ്ടോ? മാം ആർട്ട് ഉണ്ടോ? ആ ആർട്ട് ആ മാം ആർട്ട് ആട്ടെന്ന് എഴുതാൻ പറ്റും. ആട്ട് ആന്ന് വരില്ല, അത് മാത്രം വന്നില്ല. അത് എട്ടെന്നല്ലേ ഉദ്ദേശിച്ചേ? യെസ് മാം. ആ എട്ടിന്റെ നമ്മള് ആന്ന് എഴുതുമ്പോ വരിക. ഓക്കെ, അത് കുഴപ്പമില്ല. വേറെ എന്താ പറയൂ? ഓക്കെ. അംട്ട് ഉം. ഉം. ചുണ്ട്. ഉം. അശോക് ഉം. മാം പിന്നെ അശോക്. അശോക്. ഓക്കെ ഓക്കെ. അംദു മാം അംദു. അംദൂറോ? ആ ഞാൻ ഇത്രേ എഴുതിയുള്ളൂ. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ, ഇനി ആരും ഇല്ലല്ലോ? ഇന്നേരം ഉണ്ടോ? സിദ്ധാർത്ഥ് ഉണ്ടോ? കുറെ ആൾക്കാർ ലെഫ്റ്റ് ആയി പോയോ? രണ്ടു ആൾക്കാർ ഇപ്പം വിളിച്ചു മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? ആ എന്താ ലെഫ്റ്റ് ആയി പോയെന്നറിയില്ല എന്താ. മാം അംദു. ഓക്കെ, ഇനിയൊരു നമ്മള് ഞാൻ 2-3 ആൾക്കാർ ഒരു ഗ്രൂപ്പ് ആക്കുകയാണ്. മാം അംദു. നിങ്ങള് 2-3 ആൾക്കാര്, അതായത് വൈഭവ്, ജീവൻ, പിന്നെ അനിരുദ്ധ്. നിങ്ങൾ 3 ആളില്ലേ ഇതിലില്ലേ? വൈഭവും ജീവനും അനിരുദ്ധും ഉണ്ടോ? 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 കേൾക്കുന്നില്ലേ? വൈഭവും ജീവനും അനിരുദ്ധും ഉണ്ടോ? എന്താ സൗണ്ട് ഇങ്ങനെ ഫ്ലാഷായി പോന്നല്ലേ? വൈഭവ് ഉണ്ടോ? യെസ് മാം. ഓക്കെ. വൈഭവ്, ജീവൻ, അനിരുദ്ധ്, ഇവര് 3 ആളുണ്ടോ? വൈഭവ്, ജീവൻ, അനിരുദ്ധ് ഉണ്ടോ? നിങ്ങൾ 3 ആളും ഒരു ഗ്രൂപ്പാണ്. വൈഭവ്, ജീവൻ, അനിരുദ്ധ് ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഞാനൊരു വർക്ക് തരാൻ പോവാന്ന്. എന്നിട്ട് ഇതിന് സ്കോറുണ്ട് കേട്ടോ. അപ്പം വൈഭവ്, ജീവൻ, അനിരുദ്ധ് ഒരു ഗ്രൂപ്പേ. വൈഭവ്, ജീവൻ ആൻഡ് അനിരുദ്ധ്. കേട്ടോ? നിങ്ങളുടെ പേര് കേട്ടില്ലേ? പിന്നെ ധ്വനി, ദക്ഷ, നൈനിക, ഇവര് 3 ആളുണ്ടോ? ധ്വനി, ദക്ഷ, നൈനിക. യെസ്. ധ്വനി, ദക്ഷ, നൈനിക ഒരു ഗ്രൂപ്പാണ്. നിങ്ങള് അല്ല, പിന്നെ ദേവശ്രീയോ അങ്ങനത്തെ ഒരാളും കൂടി ഇല്ലേ? നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ്. പിന്നെ ബാക്കിയില്ല ആയിഷുണ്ണി, സിദ്ധാർത്ഥ്, പിന്നെ സയ്യാൻ. നിങ്ങൾ 3 ആളും വേറൊരു ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പം ഗ്രൂപ്പ് എ ആണ് വൈഭവ്, ജീവൻ ആൻഡ് അനിരുദ്ധ്. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോന്നെ വെച്ചാൽ, നമ്മളിപ്പോ സ്വരാക്ഷരെല്ലാം എഴുതി. അപ്പൊ സ്വരാക്ഷരൊക്കെ എഴുതിയിട്ട് ഞാനിപ്പോ ഒരു വേർഡ് എഴുതാൻ പോവാ. ആ വേർഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോരോ ആൾക്കാർ എന്ത് ചെയ്യുക? അവരവരുടെ വേർഡ്സ് ഒക്കെ എഴുതി വെക്കുക. ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ വേർഡ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ട് എഴുതി വെക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ നോക്കും എത്ര വേർഡ്സ് ആയി എന്ന്. ഓക്കെ, ഇപ്പൊ സ്വരാക്ഷരം വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് വൈഭവും, ജീവനും, അനിരുദ്ധും കൂടെ എഴുതേണ്ട എന്താ വെച്ചാ, നിങ്ങള് എഴുതേണ്ടതാണ്. ഒരു മിനിറ്റ്. നിങ്ങൾ എഴുതേണ്ട വേർഡ്സ് ആണ് ആന്നില്ല വേർഡ് വെച്ചിട്ട്, പിന്നെ ഇത് ഗ്രൂപ്പ് എ, അതായത് വൈഭവും, ജീവനും, അനിരുദ്ധും ഈ 3 വേർഡ്സ് വെച്ചിട്ട് എഴുതണം. പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് ധ്വനി, ദക്ഷ, നൈനിക, ദേവശ്രീ, ഇവര് 3 ആളും എഴുതേണ്ടതാണ്. ഈ പിന്നെ
എ. പിന്നെ ലാസ്റ്റത്തെ ആൾക്കാർ എഴുതേണ്ടതാണ്. ഓ, ഔ, ആ, ഐ. കേട്ടില്ലേ? ഇത്രയാണ്. ആ ആ എന്താ? എന്താ എനിക്ക് പറഞ്ഞു? ഈ ലെറ്റേഴ്സ് തുടങ്ങുന്ന വേർഡ്സ് ആണ് എഴുതേണ്ടത്. ഓരോരോ ആൾക്കാർ ഇപ്പം ഓരോ ഗ്രൂപ്പിലും 3 ആൾക്കാർ, 4 ആൾക്കാർ, 3 ആൾക്കാർ അങ്ങനെ ഇല്ലത്. അപ്പൊ നിങ്ങൾ ഓരോരാളും എന്ത് ചെയ്യുക, ഒരു 3 വേർഡ്സ് എഴുതിയാൽ മതി. 3 വേർഡ്സ് എഴുതിയാൽ മതി. മാം ഞാൻ ചോദിക്കാം. ഓരോ ഗ്രൂപ്പും അല്ല, ടോട്ടൽ ഒരു ഗ്രൂപ്പ് 5 വേർഡ് എഴുതുന്നുണ്ട്. നിങ്ങളെ സ്വന്തമായിട്ടുള്ള മതിയാ? എന്താ? ഒരെണ്ണം എഴുതിയാ മതിയോ എല്ലാരും? നിങ്ങളിപ്പോ ഗ്രൂപ്പ് എയിൽ 3 ആൾക്കാരായില്ലേ? അപ്പം 5 വേർഡ്സ് എഴുതാന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരാളും ഓരോന്ന് എഴുതിയാൽ 3 അല്ലേ ആവുള്ളൂ. 2 വേർഡും കൂടെ എക്സ്ട്രാ എഴുതണം. ഓക്കെ. അപ്പൊ 5 വേർഡ് എഴുതിയാൽ മതി. ഇത് നോക്കട്ടെ, എല്ലാം കറക്റ്റ് ആയ ഗ്രൂപ്പിന് 5 പോയിന്റ്സ് ആണ്. എനിക്ക് ഇത് വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ നമ്മളെ ഈ ഫൗണ്ടേഷൻ ക്ലാസ് കഴിയുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ നോക്കും ഏത് ഗ്രൂപ്പാണ് ഫസ്റ്റ് ആയത്. ഈ ഗ്രൂപ്പ് തന്നെ ഇനി എപ്പോഴും. ഓക്കെ, ആരെങ്കിലും എക്സ്ട്രാ ജോയിൻ ചെയ്യുന്നെങ്കിൽ അപ്പം നോക്കും. ലാസ്റ്റ് ആണ് ഇതിന്റെ വിന്നർ പറയും. ഇന്നിപ്പം ജസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഇതാണ്. ഓരോ ദിവസം വർക്ക് തരും. ഇനി ഹോംവർക്കും തരും. ഹോംവർക്കും എല്ലാം ഈ ഒരു ഗ്രൂപ്പ് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടില്ല പിന്നെ അവർക്കും കുറയും കേട്ടോ. പോയിന്റ്സ് കുറഞ്ഞു വരും. ഓക്കെ. അപ്പൊ ഒരു ഗ്രൂപ്പിൽ എത്ര നോട്ട്സ് ആയിട്ട് എഴുതണം? ഓരോ ഗ്രൂപ്പുകൾ 5 വേർഡ് എഴുതിയാൽ മതി. ഇപ്പൊ ഒരാൾ 1 വേർഡ് എഴുതിയാൽ 1 2 വേർഡേ എഴുതണ്ട്. എനിക്ക് പറയുന്നത് മനസ്സിലായില്ലല്ലോ. ആരാ അത് പറഞ്ഞു? ഒരാള് വേറെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്താ? ഒരാൾ 1 വേർഡ് എഴുതിയാലും മതി. ആ ഗ്രൂപ്പത്തെ ഒരാൾ 1 വേർഡ് എഴുതിയാൽ 5. ഒരെണ്ണം എഴുതൂ, എല്ലാരും എഴുതൂ. എന്നിട്ട് മാം ഫിനിഷ്. ഓക്കെ, ഫിനിഷ് ചെയ്തവർ വെയിറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നെ കാണിച്ചു തരും കേട്ടോ വേർഡ്സ്. ഇന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഇത്തിരി പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടെ ഉഷാറാക്കാം. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് കുറച്ചും കൂടെ സ്ലൈഡ്സ് ഒക്കെ ആക്കി കാണിച്ചു തരാം. ഇന്നാവില്ല, അതുകൊണ്ടാണ്. എല്ലാവരും കഴിഞ്ഞോ? എല്ലാ ഗ്രൂപ്പിലത്തെ വൈഭവ്, ജീവൻ, അനിരുദ്ധ് ഇവര് 3 ആളും കഴിഞ്ഞോ? ആരോ ഒരാൾ കഴിഞ്ഞിട്ടില്ല. ആരാ കഴിയാത്ത? അനിരുദ്ധാ? അല്ല, ജീവനാ? കഴിഞ്ഞു. വൈഭവ ഈ ഫസ്റ്റ് ഗ്രൂപ്പത്തെ ആരാ എല്ലാരും കഴിഞ്ഞാ പറയണേ. വൈഭവ്, ജീവൻ ആൻഡ് അനിരുദ്ധ്.
സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞോ? ധ്വനി, ദക്ഷ, നൈനിക, ദേവിശ്രീ. Finished. ഓക്കെ, അവര് Finish. റെഡിയാ. ഓക്കെ, പിന്നെ തേർഡ് ഗ്രൂപ്പില് സിയാൻ എന്നല്ലേ പറഞ്ഞ? സിയാൻ, ആയിഷ്, ഉണ്ണി, സിദ്ധാർത്ഥ്. ഇവര് മൂന്നാളില്ലേ? സയ്യാൻ. ഓക്കെ, സയ്യാൻ ഫിനിഷ്. ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞില്ലേ? വൈഭവ്, ജീവൻ, അനിരുദ്ധ്. Yes, ma'am. ഓക്കെ, അന്ന് ഫസ്റ്റ് ആൾക്കാര് ആദ്യം ആൻസർ പറയണ്ടേ. വൈഭവ്, ജീവൻ, അനിരുദ്ധില് അനിരുദ്ധ് എഴുതിയ വേർഡ്സ് ഒക്കെ പറയൂ. അനിരുദ്ധ് ഇല്ലേ? അനിരുദ്ധ് പറ എഴുതിയ വേർഡ്. എവിടെ അനിരുദ്ധ് ഇല്ലേ? ഓക്കെ, വൈഭവ് പറ. എത്ര വെച്ചാ പറയണ്ട? 1 2 ആ ഫസ്റ്റ് ഉ നിങ്ങളുടെ വേർഡ്സ് അതാണ്. ഉ ആമ്, ആം. വെരി ഗുഡ്. ആട്ട്, മതി. ഇനി ജീവൻ. ഏതി, ആയു, ആരാം. ഓക്കെ, ഗുഡ്. ദെൻ അനിരുദ്ധ് ഇല്ലേ? അനിരുദ്ധ് ആരാ? അനിരുദ്ധ് എന്താ ഒന്നും പറയാത്തെ? ലെഫ്റ്റ് ആയി പോയോ? ഓക്കെ, എന്നാ ഈ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിന് നമുക്ക് എന്താ 5 പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് 5 ആയേ. എ ഗ്രൂപ്പ് ഓർമ്മിച്ച് വെച്ചോ. ഇനി സെക്കൻഡ്. ഓക്കെ, ഗുഡ്. ഇനി ധ്വനി, ദക്ഷ, നൈനിക, ദേവശ്രീ. അതില് നൈനിക പറഞ്ഞു. ഇത്തന, ഏക്. ഇത്തന, ഏക്. ഓക്കെ, 2 വേർഡ്സ് ആയി. പിന്നെ ദക്ഷ ഇല്ലേ? ഡേറ്റ് തീർന്നു പോയി. ഓ, അത് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ദേവശ്രീ, ദക്ഷ. ആരെങ്കിലും ഒരാളുണ്ടോ? ദേവശ്രീ, ദക്ഷ വായിച്ചില്ലേ? വായിച്ചോ? നൈനിക, ധ്വനി വായിച്ചോ? ഇവരൊന്നും കാണുന്നില്ല. വായിച്ചില്ല അല്ലേ? ഇത്തന ഏക്കെന്ന് വായിച്ചത് ധ്വനിയാ? ഓക്കെ, വേറെ ആരുമില്ല ഗേൾസ്? മറ്റേയാളുടെ പേരെന്താ? ഇപ്പൊ ഒരാളും കൂടി ഉണ്ടല്ലോ. നൈനിക ഇല്ലേ? നൈനിക വായിച്ചു. ദേവിശ്രീ ഉണ്ടോ? ദക്ഷ, അപ്പൊ ഇപ്പൊ ആരാ ഇത് വായിച്ച? ഇത്തിന ഏക്കെന്ന് വായിച്ച ആളാരാ? ധ്വനിയാ? നൈതിക. ഞാൻ വായിച്ചില്ല. നൈതിക. എന്നാ വായിച്ചു. ഇപ്പൊ വായിച്ചില്ല പറഞ്ഞാണ്. പേരെന്താ? ധ്വനി. എന്നാ ധ്വനി വായിച്ചോ ബാക്കി. ഇമലി, ഇക്കീഫ്, ഏക്, ഓക്കെ. ദേവശ്രീ ഉണ്ടോ? ബാക്കി ലെഫ്റ്റ് ആയി തോന്നുന്നു അല്ലേ? ഓക്കെ, നിങ്ങളുടെയും 5 എന്ന് എഴുതിക്കോട്ടോ പോയിന്റ്സ്. ഗുഡ്. നമുക്ക് അടുത്ത ഇതിൽ നോക്കണം. എഴുതിയത് റെഡിയാണോന്ന് നമുക്ക് നോക്കണം. പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പ്. ആരാ മാം? ഗ്രൂപ്പ് എത്ര പോയിന്റ്സ്? ഗ്രൂപ്പ് എക്കും 5, ഗ്രൂപ്പ് ബിക്കും 5. പിന്നെ ഗ്രൂപ്പ് സി ആയിഷ് ഉണ്ണി വായിച്ചേ. ആയിഷ് ഉണ്ണി, സിദ്ധാർത്ഥ്, സയ്യാൻ. ഔലദി. പിന്നെ ഏനക്. ഏനക്. ഓക്കെ, ഇനി സയ്യാൻ.
ഔറത്ത്. ഓക്കെ. സയ്യാൻ, സയ്യാൻ എഴുതിയിട്ടുണ്ടോ? സയ്യാൻ എന്നല്ലേ പേര്? ആ ആ എനക്ക് ഔഷധി. ഓക്കെ ഓക്കെ, രണ്ടുപേരുടെ എഴുതിയേ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് ഉണ്ടോ? സിദ്ധാർത്ഥ്. ഔറത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ 3 ഗ്രൂപ്പിനും 5 പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബാക്കിയും കൂടി ആകുമ്പോ 5 ആയി. അപ്പൊ ഇന്ന് നമ്മൾ എഴുതിയ വേർഡ്സ് ഒക്കെ എല്ലാവരും കയ്യിലുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ട വെച്ചാല്, ഇന്നിപ്പോ ഞാൻ ഇത്ര എടുക്കുന്നില്ലു. ഇപ്പൊ എന്താണ് 3 ഗ്രൂപ്പിനും എന്താണ് 5 പോയിന്റ്സ് കിട്ടി. അപ്പോ ഇനിയിപ്പോ നെക്സ്റ്റ് എന്താ ആരാ പറഞ്ഞ വേർഡ് അറിയില്ല? ഓക്കെ. ലെറ്റേഴ്സ് അറിയില്ല പറഞ്ഞാളല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അനിരുദ്ധിനല്ലേ ലെറ്റേഴ്സ് അറിയുന്നു പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് പഠിക്കാം കേട്ടോ അനിരുദ്ധ്. അത് ഇനിയിപ്പോ ഞാൻ ഓരോ ലെറ്റർ ആയിട്ട് എഴുതിപ്പിക്കും കേട്ടോ. ഇന്ന് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അനിരുദ്ധിന്റെ എനിക്ക് ഓർമ്മയുണ്ട് ലെറ്റേഴ്സ്. അനിരുദ്ധ് എന്താ ചെയ്യേണ്ടത് വെച്ചാല്, അനിരുദ്ധ് ഇന്ന് പോയിട്ട് സ്വരാക്ഷരമൊക്കെ പഠിക്കുക. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ആ വരിയിലെ വേർഡ്സ്. ഓക്കെ, ഈ അത് പഠിച്ചിട്ട് വരിക. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യുക വെച്ചാ, ബാക്കി ആൾക്കാർ ഇന്ന് എഴുതിയവർ എന്ത് ചെയ്യുക വെച്ചാല്, നിങ്ങള് ഇന്ന് വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്ക് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ലെറ്റേഴ്സ് ഒക്കെ പഠിക്കുക. ലെറ്റേഴ്സ് പഠിച്ചതിന് ശേഷം ക, പിന്നെ ഖ, ആദ്യത്തെ ഇല്ലേ ഖ ഖ ഖ ഖ ങ, ഈ ഇത്ര വേർഡ്സ് ഇല്ലേ, ഇത് വെച്ചിട്ട് ഒരു 5 വേർഡ്സ് എഴുതിയിട്ട് വരിക അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് ഇത്ര വെച്ച് ഒരു 5 വാക്ക്, ക വെച്ചിട്ട് 5, ഖ വെച്ചിട്ട് 5, അങ്ങനെ എഴുതിയിട്ട് വരിക. എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മാത്രാസ്, മാത്ര എന്ന് പറയും. ആ പിന്നെ ഈ എന്നില്ല. അങ്ങനെ അനിരുദ്ധ് എഴുതണ്ട, ബാക്കിയുള്ളവർ എഴുതിക്കുക. അനിരുദ്ധിന് വേർഡ്സ് അറിയും. വേർഡ്സ് അറിയുന്നവരുണ്ടല്ലോ നിങ്ങളിൽ കുറെ ആൾക്ക് ഇപ്പം വേർഡ്സ് പറഞ്ഞു. അപ്പൊ വേർഡ്സ് അറിയാത്തവർ എന്ത് ചെയ്യുക വെച്ചാൽ ആ ലെറ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് വരിക. ഈ പഠിച്ചിട്ട് വരിക. വേർഡ്സ് അറിയുന്നവർ എന്ത് ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ട് 5 വേർഡ്സ് എഴുതുക. ഈ വേർഡ്സ് അറിയാൻ പറയുന്നവരുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നോക്കൂ കേട്ടോ. ഞാൻ ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് നോക്കാത്തത്. ഓക്കെ, ഒരു 5 വാക്കുകൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ട് വരിക അടുത്ത ഹിന്ദി ക്ലാസ് ആവുമ്പോഴത്തേക്ക്. ഓക്കെ, മനസ്സിലായോ? അനിരുദ്ധ അക്ഷരങ്ങൾ പഠിക്കുക, ബാക്കിയുള്ളവർ അക്ഷരങ്ങളും പഠിക്കുക. എന്നിട്ട് ഇത്ര മാത്രം വെച്ച് ഒരു 5 വാക്കുകൾ ഗ്രൂപ്പ് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇത് വ്യഞ്ജനാക്ഷരം. ആർക്കും മനസ്സിലാകത്തില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ ഓക്കെ. ജസ്റ്റ് പറയാ, ഗ്രൂപ്പ് എയില് വൈഭവും ജീവനും അനിരുദ്ധും. പിന്നെ ഗ്രൂപ്പ് ബിയില് ഗേൾസ് ഒക്കെ ധ്വനി, ദക്ഷ, നൈനിക, ദേവിശ്രീ. പിന്നെ ഗ്രൂപ്പ് 3 ആശ്വിനി, സിദ്ധാർത്ഥും സയ്യനും. എന്താ എന്നാ എനിക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്. ഓക്കെ എന്നാ സ്റ്റോപ്പ്. എന്താ പറഞ്ഞത്? ആരോ പറയുന്നത് എനിക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല, അതാ ചോദിച്ചേ. ആരെന്തോ പറഞ്ഞേ? ഇത് ഇത് തന്നെയാ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും എഴുതേണ്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, എന്നാ എഴുതിയിട്ട് വരിക കേട്ടോ. ഇനിയിപ്പം അടുത്ത ക്ലാസ് സ്ലൈഡ് കാണിച്ചു തരാം. ഓക്കെ അതെ. ഓക്കെ, ബൈ. ഓക്കെ, വെൽക്കം. Thank you, ma'am.